ഓസ്ട്രേലിയയിലെ സീറോ മലബാർ വിശ്വാസികളുടെ കാത്തിരിപ്പിനൊടുവിൽ മെൽബൺ സെയിന്റ് അൽഫോൻസ കത്തീഡ്രലിൽ കൂദാശയ്ക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ദേവാലയത്തിനുള്ളിലും പുറത്തുമുള്ള അവസാന മിനുക്കുമണികളും അവസാനിച്ചു. വർണ്ണാഭമായ അലങ്കാരങ്ങൾ നിറഞ്ഞ പുതിയ ദേവാലയം മനോഹരമായ കാഴ്ചയനുഭവമാണ് നൽകുന്നത്. ശനിയാഴ്ച നടക്കുന്ന തിരുക്കർമ്മങ്ങളുടെ സുഗമമായ പരിസമാപ്തിക്കായി വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നടക്കുന്ന പ്രത്യേക ദിവ്യബലിയിലും ദിവ്യകാരുണ്യ ആരാധനയിലും ഇടവകയിലെ വിശ്വാസി സമൂഹം പങ്കെടുത്ത് പ്രാർത്ഥിക്കണമെന്ന് കത്തീഡ്രൽ വികാരി ഫാദർ വർഗീസ് വാവൂലിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കൂദാശ കർമ്മങ്ങളുടെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ തട്ടിൽ മെൽബണിൽ എത്തിച്ചേർന്നു. മെൽബൺ രൂപതാധ്യക്ഷൻ ജോൺ പനന്തോട്ടത്തിൽ, ചാൻസലർ ഫാദർ സിജീഷ് പുല്ലാങ്കുന്നിൽ, വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫ്രാൻസിസ് കോലഞ്ചേരി, ഇടവക വികാരി ഫാദർ വർഗീസ് വാവോലിൽ, രൂപതാ പ്രൊക്രേറ്റർ ഡോക്ടർ ജോൺസൺ ജോർജ് തുടങ്ങി നിരവധി പേരാണ് വിമാനത്താവളത്തിൽ പിതാവിനെ സ്വീകരിക്കാൻ എത്തിയത്. ആഘോഷങ്ങളുടെ ഭാഗമായി കോതമംഗലം രൂപതാധ്യക്ഷനായ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ കഴിഞ്ഞ ദിവസം മെൽബണിൽ എത്തിച്ചേർന്നിരുന്നു. അഭിവന്യ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മർദ്ദനത്തിന് ഇരയാവുകയും വിശ്വാസത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്യുകയും ചെയ്ത രക്തസാക്ഷികളെ അനുസ്മരിച്ചുകൊണ്ട് റെഡ് വെനസ്ഡേ ആചരണവും പരിശുദ്ധ ബലിയർപ്പണവും നടന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കിന ന്യൂസ്.